ഞങ്ങൾ വന്നോ? എത്ര ദിവസം ലീവാക്കി? 6 ദിവസം ലീവാക്കി. എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു അല്ലേ? പിന്നെ പുറത്തൊന്നും ഇറങ്ങാൻ പറ്റിയില്ല മാഡം. എന്തേ, മഴയോ? അല്ല, ഇവളാണെങ്കിൽ മൂവാറ്റുപുഴ കൊണ്ട് ഇടുക്കി വെച്ചില്ലേ, അതുകൊണ്ട്. അതെ, ആൾക്കാരൊക്കെ കളിയാക്കല നിന്നെ. മൂവാറ്റുപുഴ എപ്പോഴും ഇടുക്കിയിലായെന്ന് വെച്ച് അതൊക്കെ പോട്ടേന്ന് വെക്കും. ഒരു അമ്മച്ചി വരെ ഒന്ന് മെസ്സേജ് അയക്കും ഇപ്പൊ, മൂവാറ്റുപുഴ എപ്പോഴും മോളെ ഇടുക്കിയിലായെന്ന് ചോദിച്ച്. കൊറേ പേര് ആ വീഡിയോ കണ്ടിട്ടുണ്ട്. അങ്ങനെ വേണം നിങ്ങൾക്ക്. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു അവിടെ കാലാവസ്ഥ ഒക്കെ? എങ്ങനെ? കുഴപ്പമില്ല, രാത്രി നല്ല തണുപ്പൊക്കെ ഉണ്ട്. ഉണ്ടല്ലേ? എന്തൊക്കെ സ്പെഷ്യൽ കഴിച്ച അവിടെ? പക്ഷെ സ്പെഷ്യലായിട്ട് അങ്ങനെ ഒന്നും കഴിച്ചില്ല. സ്പെഷ്യൽ മൊത്തം ഇവിടെയല്ലേ. എവിടെ? മലപ്പുറത്തോ? മന്തി. വന്നിട്ട് മന്തി കഴിച്ചോ? ഞങ്ങൾ ഇന്നലെ വന്നതേ മന്തി കഴിച്ചു. അതെ, മമതയിലെ മന്തി. ഇവക്ക് മമതയിലെ മന്തി ഇല്ലാണ്ട് ഉറക്കം വരില്ല. മമതക്കാരോട് കൺസെഷൻ തരാൻ പറട്ടോ. എല്ലാ ദിവസവും കഴിക്കല്ലേ മന്തി? മറന്നുപോയി ചോദിക്കാൻ, എന്താ കൊണ്ടുവന്നേ? എനിക്ക് ഏലക്കായും തേയിലപ്പൊടിയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ? വെരി ഗുഡ്. അപ്പം ഏലക്കായ പൊടിച്ചിട്ടിട്ട് ഞാൻ പോയി ചായ കുടിക്കട്ടെ. മേഡം അറിഞ്ഞോ, ഞങ്ങളുടെ ഇടുക്കിയിൽ മേഡത്തിന് കുറെ ഫാൻസ് ഒക്കെ ഉണ്ട് ഇപ്പൊ. അതെ, ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു മേഡത്തിന്റെ പേരെന്താ, എവിടെ ഹോസ്പിറ്റല് എന്നൊക്കെ കുറെ പേര് ചോദിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇടുക്കിയിൽ പോയാലൊരു പ്രശ്നമായിട്ടുണ്ടല്ലേ? അപ്പൊ മലപ്പുറത്ത് തന്നെ നിന്നു, അതാ നല്ലത്. ജില്ലയൊക്കെ മാറ്റി കളിച്ചാലേ എന്തായാലും അവര് നിങ്ങളെ പിടിക്കൂലേ? നീ എന്താ വിചാരിച്ച അവർക്ക് മനസ്സിലാവില്ല എന്നാ? നമ്മൾ അങ്ങനെ വിചാരിച്ചു ചോദിച്ചാലും ഇവിടെ ഉള്ളവർക്ക് പെട്ടെന്ന് പറയുമ്പോ മനസ്സിലാവില്ലല്ലോ. ഇവിടെ ഉള്ളവര് മാത്രല്ലല്ലോ നമ്മളെ വീഡിയോ കാണുന്നത്, ഗൾഫിലുള്ളവരൊക്കെ കാണുന്നുണ്ട്, ഇടുക്കിയിലുള്ളവർ എല്ലാ ജില്ലക്കാരും കാണുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് ഇടുക്കിയില് മൂവാറ്റുപുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉദ്ദേശിച്ചത്. ജില്ലയുടെ കാര്യം പെട്ടെന്ന് കിട്ടിയതുമില്ല. ഞങ്ങളുടെ അവിടുന്ന് ദൂരം കുറവ്, അടുത്താണല്ലേ, ബോർഡർ ആയിട്ട് വരും അല്ലേ? എന്റെ മിസ് വരെ വിളിച്ചു ചോദിച്ചു, 3 വർഷം ഇവിടെ പഠിച്ചിട്ട് കോഴിക്കോടും മലപ്പുറം ഒക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഏകദേശം മനസ്സിലായോ ഇപ്പൊ? മനസ്സിലായല്ലേ? ഇവിടെ നമുക്കൊരു എയർപോർട്ട് ഉള്ളത് അറിയോ? ഉണ്ട്. എയർപോർട്ടിന്റെ പേരെന്താ? എയർപോർട്ടിന്റെ പേരെന്താ? കോഴിക്കോട് എയർപോർട്ട്. കോഴിക്കോട് എയർപോർട്ട്. അപ്പൊ ആ കോഴിക്കോട് എയർപോർട്ട് എവിടെയാ ഉള്ളതെന്ന് അറിയോ? അറിയില്ല. കണ്ണൂർ എയർപോർട്ട് എവിടെയാ ഉള്ളത്? കണ്ണൂര്. തിരുവനന്തപുരം എയർപോർട്ടോ? തിരുവനന്തപുരം. അപ്പൊ കോഴിക്കോട് എയർപോർട്ടോ? കോഴിക്കോട്. അത് തന്നെ, കോഴിക്കോട് എയർപോർട്ട് കോഴിക്കോടാണുള്ളത്. ഓക്കെ. അപ്പോൾ ഇനി മുതലുണ്ടല്ലോ നിങ്ങൾ ഈ മലപ്പുറം ജില്ലയിൽ ഇറങ്ങി നടക്കാൻ പറ്റാണ്ടാവും. നോക്കിക്കോ, നാളെ മുതൽ.